ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വളരെ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് സൗമ്യനായി സംസാരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ ദിവസം പുള്ളി ഒരു പൊതുസമ്മേളനം നടത്തി കോന്നി വെച്ചിട്ട്. അപ്പൊ ഈ ചെറുതായിട്ടൊന്ന് വൈറലായി. പരിപാടിയുടെ ഇടയിൽ അദ്ദേഹം പ്രസംഗിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സ്വന്തം പാർട്ടി പ്രവർത്തകൻ ചെറുതായിട്ടൊന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ CMA ഒരു ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു, എന്റെ വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞു. ആ സമയം നമ്മുടെ സൗമ്യ സ്വഭാവമുള്ള എല്ലാം വളരെ കൂളായിട്ട് എടുക്കുന്ന മുഖ്യമന്ത്രി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് ചൂടായിട്ട് കൊടുത്തതാ. എപ്പിക് ഡയലോഗാണ്. കടക്ക് പുറത്ത് എന്നതിന് ശേഷം നമ്മൾ ഇറക്കുന്നു, വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറയുന്ന വോട്ട് ചോദിക്കാൻ പോകുമ്പോഴും ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കളയല്ലേ. എപ്പിക് ഡയലോഗിന് ശേഷം ഈ ഒരു ഡയലോഗ് നിലകൊള്ളും കുറച്ച് നാളത്തേക്കെങ്കിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വീഡിയോ ഒന്ന് വെക്കാം. അത് മുഖ്യമന്ത്രി പറയും, നമുക്ക് കണ്ടു നോക്കാം. തന്നെ നിങ്ങൾ കേൾക്കും. നിങ്ങള് എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ഒരു ചോദ്യം, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഒരു ചോദ്യം, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇത്രയാണ് പറഞ്ഞത്. സംഭവം നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ട സമയമല്ല, ഞാൻ പറഞ്ഞു തീർന്നിട്ട് ചോദിച്ചാൽ മതി കേട്ടാ. ഇടക്കേറെ സംസാരിക്കരുത് എന്ന് ചോദിച്ചവനറിയാം. അവൻ മറുപടി പറയുന്നുണ്ട് ഏതോ ഒരു വാർത്തയിൽ. നമുക്ക് അതും കൂടെ കണ്ടോക്കാം. ചെറിയൊരു ബൈറ്റ്. കേരളത്തിന്റെ ആവശ്യം വളരെ ഒരു കേരളത്തിന്റെ ആവശ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് അവിടെ കയറി ചോദിക്കുന്നത് നിന്റെ ചോദ്യം. കൂടുതലാണ്. മുഖ്യമന്ത്രി ഒരു ചോദ്യം, അതിന്റെ വീട്ടിൽ പോയി ചോദിച്ച. നിങ്ങളൊക്കെ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും എന്റെ ഉള്ളിലെ സ്വഭാവം പുറത്തു വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഞാൻ നല്ലൊരു മനുഷ്യനാണ്. ഏതെങ്കിലും മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്? ആ ചോദിച്ചവൻ ആരായി? എന്തുവാണ് ഇത്? ഇത്രയും സൽസ്വഭാവി, ഒട്ടും പുച്ഛമില്ലാത്ത, ഒട്ടും അഹങ്കാരമില്ലാത്ത, ജനങ്ങളെ പൊന്നുപോലെ നോക്കുന്ന. അതെ, പൊന്നുപോലെയാണ് ജനങ്ങളെ നോക്കുന്നത്. അതൊക്കെ എന്തായാലും സത്യം തന്നെയാണ്. സോ എന്തായാലും ഇത്രയൊക്കെ വെളുപ്പിച്ച് എന്തുമാത്രം വ്ളോഗർമാര്, ട്രാവൽ വ്ളോഗ്, മറ്റേ വ്ളോഗ്, മറിച്ച വ്ളോഗ്, മോഹൻലാൽ വരെ വന്ന് ഇന്റർവ്യൂ ചെയ്തു. ഓക്കെ, സോ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ കാര്യത്തിലോട്ട് വരുന്നത്, സുജിത് ഭക്തനെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, ആ ബ്രോയുടെ ഒരു വ്ളോഗ്, അതായത് ചെറിയൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സഖാവിനെ, പിണറായി വിജയൻ സഖാവിനെ. സോ അതിൽ പറയുന്നുണ്ടായിരുന്നു, മാപ്രകളാണ് പറഞ്ഞുണ്ടാക്കിയത് കടക്കപ്പുറത്തെന്ന വാക്ക്. സോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറയുന്നത് കയറി വാടാ മക്കളെ. സോ ഇപ്പം പുതുതായിട്ട് അടുത്ത വാക്ക് ഇറങ്ങിയിട്ടുണ്ട്, വീട്ടിൽ പോയി ചോദിക്കും. പാർട്ടിക്കാരെ പോലും അല്ല, നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കഴിഞ്ഞ 10 കൊല്ലം. അടിമകളെന്നും അടിമകളായിരിക്കണം, ചോദ്യങ്ങൾ ചോദിക്കരുത്. മറ്റേ 24 പറയും, നമ്മൾ ചോദ്യം ചോദിച്ചു കൊണ്ടേയിരിക്കും, നിങ്ങൾ ഉത്തരം തരണം. ഇതായിരിക്കും ഉത്തരം, വീട്ടിൽ പോയി ചോദിക്കും. ായിട്ട് കിട്ടിയതിൽ അല്ല, തലയിൽ ചുമക്കേണ്ടി വന്നതിൽ നമ്മൾ കേരളക്കാർ അഭിമാനം കൊള്ളുന്നു. പാർട്ടിക്കാരുടെ അവസ്ഥ ഇതാണെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ അത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോ ഈ ചോദിച്ച ആളെ കിട്ടിയിട്ടുണ്ട്. കോന്നി അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് സ്വദേശി ദാസ് പി ജോർജ് എന്ന പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്. അതാ പറഞ്ഞേ, ദാസ് പി ജോർജ് സ്വന്തം പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടി പ്രവർത്തകർക്ക് ഇപ്പൊ വിലയില്ലാതായില്ലേ? കഷ്ടം തന്നെ. എനിക്ക് തോന്നുന്നു CM തോക്കും ഉറപ്പായപ്പോഴത്തേക്ക് സമനില തെറ്റി എങ്ങാണ്ട് നിന്ന്. അങ്ങനെ തോക്കുമെന്ന് ഉറപ്പൊന്നുമില്ല, ജയിച്ചിരിക്കും ഉറപ്പായും. 3.0 ലോഡിങ് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര സൗമ്യനായിട്ടുള്ള CM ഇങ്ങനെ സംസാരിക്കത്തില്ല. നമുക്കറിയാവുന്നതാണല്ലോ CMന്റെ സ്വഭാവം. വളരെ ശാന്ത സ്വരൂപനാണ്. എന്താണെങ്കിലും ദാസ് പി ജോർജിന് എന്താണ് സംസാരിക്കാനുള്ളത് നമുക്ക് കേൾക്കാം. മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് ചോദിച്ചയാൾ കോന്നിയിൽ ഇന്നലെ. എനിക്കും ചെറിയൊരു പേടുണ്ട്. കാരണം നമ്മുടെ ആട് 3 സിനിമയെ കണ്ടിട്ടുണ്ടായിരിക്കും. ചെമ്പല്ലിക്ക് നീ എന്തെങ്കിലും നീ ചോദിച്ചു വന്ന ചെമ്പല്ലിക്ക് ഇരയായും പരിപാടിയിൽ CPMന്റെ LDFന്റെ കൺവെൻഷനിൽ വെച്ചായിരുന്നു, പൊതുസമ്മേളനത്തിൽ വെച്ചായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അത് ദാസ് പി ജോർജ് ആണ്, അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് സ്വദേശിയാണ്. പോട്ടേട്ടാ, സാരിയില്ല കേട്ടാ. വലുതേതോ വലുതേതോ വരായിരുന്നതിനല്ല ബ്രോ, കിട്ടേണ്ടത് അപ്പോഴപ്പോഴേ കിട്ടി. കാര്യം അയാൾക്ക് തന്നെ മനസ്സിലായി. ചോദിച്ചു നോക്കൂ, അയാൾ മറുപടി തത്ത പറയുമ്പോൾ ഇപ്പൊ പറയും. ഇങ്ങനെ അങ്ങ് പോയെന്ന് വിചാരിച്ചോ? എന്തായിരുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സാഹചര്യം? അതായത് ഞാൻ ഉദ്ദേശിച്ചത് 20,000 കോടിയുടെ വികസനം
ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പുള്ളിക്ക് ഇപ്പോഴും ആ ഒരു വിറയില് മാറിയിട്ടില്ല. പാർട്ടിക്കാര് പിടിച്ച് വരട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആര് വന്ന് ചോദിച്ചാലും ഞങ്ങൾ ഒരു കാര്യം പറയും, അതുപോലെ നീ അങ്ങ് പറഞ്ഞിട്ടാ മതി, എല്ലാ കുറ്റവും നീ അങ്ങ് ഏറ്റെടുത്തോണം. അതെ, എന്തൊക്കെ ഏറ്റെടുത്താലും ആര് വന്നാലും നമ്മൾ എന്നെ ചുമക്കണം എല്ലാരെയും. ഈ പാർട്ടി അല്ലെങ്കിൽ അടുത്ത പാർട്ടി വരും, അവരെന്ത് നല്ലവരാണോ? അതല്ലെങ്കിൽ വേറൊരു പാർട്ടി വരും, അവര് നല്ലവരാണോ? എല്ലാത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ട് ബ്രോ എന്ന് വിറപ്പി എല്ലാവരെയും നമ്മൾ ചുമക്കണം, എല്ലാം നമ്മൾ ഇതൊക്കെ തന്നെ കാണണം തോന്നുന്നു. ആ ഒരു വിറയില് വേറൊരു പാർട്ടി വന്ന് ഇതിനേക്കാൾ അപ്പുറമായിരിക്കും. ഓക്കെ, സംസാരത്തിലുണ്ട്. പിന്നെ ഫണ്ട് മുഖ്യമന്ത്രി സംസാരിച്ച ഇതാണ്, മുന്നോട്ടുള്ള വികസനം ചെയ്യാൻ ഫണ്ട് BJPയുടെ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ മുന്നോട്ടുള്ള ഫണ്ട് കണ്ടെത്തും എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ അതെ, പക്ഷെ സമയം തെറ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കണ്ടായിരുന്നു. ഉത്തരം കിട്ടിയല്ലോ, സന്തോഷമായല്ലോ. ആ സന്തോഷം ആ മുഖത്ത് തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇതും പോരാഞ്ഞിട്ട് ഈ കുറ്റവും പുള്ളി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ദാസ്പി അതാണ് അടിമ. ജോർജ് തന്നെ എന്റെ കുറ്റമാണ്, മുഖ്യമന്ത്രി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആരുണ്ട് LDF അല്ലാതെ ആണ് പറയുന്നത്. എന്റെ മാത്രം കുറ്റമാണ്, പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെ. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ കാരണമായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ അവസരത്തിൽ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അന്നത്തെ ആവശ്യത്തിന് ഞാൻ ചോദിച്ചു പോയി. ഇത്രേ സംഭവിച്ചുള്ളൂ അവിടെ. ആവേശം ഇനി കാണിക്കരുത് ചേട്ടാ, ആവേശമൊക്കെ വീട്ടിൽ പോയി കാണിക്കണം. ഓക്കെ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, കുഴപ്പമില്ല, കിട്ടിയ കുട്ടം അവിടെ ഇരിക്കുക കേട്ടോ. വീട്ടിൽ പോയി ചോദിക്കാനാ പറഞ്ഞത്. അതൊന്നും കുഴപ്പമില്ല, കാരണം പാർട്ടി പ്രവർത്തകനല്ലേ. അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയപ്പോൾ ബോധ്യമുണ്ട്, തടസ്സപ്പെടുത്താൻ പാടില്ലായിരുന്നു. അതാണ് ഇങ്ങനെ പറയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചെമ്പല്ലിക്കിരകളാകും. അത് ഞാൻ ചെയ്ത തെറ്റാണത്. പാർട്ടി പ്രവർത്തകനാണല്ലേ? അതെ അതെ, ഞാൻ CPMന്റെ പ്രവർത്തനമാണ്. സർട്ടിഫൈഡ് അടിമ നിങ്ങൾ തന്നെ. അടിമയല്ല, അങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റൂ, കാരണം പാർട്ടി പ്രവർത്തകനല്ലേ. പാർട്ടിയിൽ നിന്ന് പിരിച്ചുവിട്ടാലോ. കണ്ടല്ലോ, ആ സൗണ്ട് ഒക്കെ പുള്ളിയുടെ തന്നെ ഇടറി വരുക. തിരുത്തി പറയാനും പറ്റത്തില്ല, തിരുത്തി പറഞ്ഞ ഇടി കിട്ടുവേ. സ്വന്തം ഒപ്പീനിയൻ പറയാനുള്ള അവകാശമൊന്നുമില്ല. പുള്ളിയുടെ മുഖത്ത് തന്നെ നല്ല വിഷമമുണ്ട്, എന്നിട്ടും സ്വന്തം കുറ്റം ഏറ്റെടുക്കേണ്ടി വരുന്ന കുറ്റമല്ലേ, കുറ്റം ഏറ്റെടുക്കണം അവസ്ഥ. എന്റെ പൊന്നിയായിട്ട് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നതിലും വേഗം പാർട്ടി വിട്ട് ഇറങ്ങി വേറെ എങ്ങോട്ടേലും പോകുന്നതാ. എന്തിനിങ്ങനെ പണ്ട് മുതലേ ഉള്ളതല്ലേ, അങ്ങനെ നിങ്ങളെ പോലെ പെട്ടെന്ന് അങ്ങ് മാറിപ്പോകാൻ പറ്റത്തില്ലായിരിക്കും ബ്രോ. നിൽക്കണം ഈ പാർട്ടിയിൽ. പുള്ളി ചോദിച്ച വലിയ അപരാധമൊന്നും അല്ല. ആ സമയത്ത് വേണമെങ്കിൽ മാന്യമായി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു റിപ്ലൈ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നീട് ചോദിക്കുമെന്ന് പറയാം. അല്ലാതെ ഇങ്ങനെയൊക്കെയാണോ ഒരു മറുപടി കൊടുക്കണ്ടേ? അത് ഒരു സ്റ്റേറ്റിന്റെ CM ആയിട്ടിരിക്കുമ്പോൾ. ഇതിന് സിമിലർ ആയിട്ടുള്ള കേസ് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, പലതവണ കണ്ടിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് പല തവണ കണ്ടിട്ടുണ്ട്. ഇലക്ഷൻ ആയതുകൊണ്ട് ഒന്നുകൂടി കണ്ടു. ആയിട്ട് വന്നൊരു പെങ്കുച്ച് സെൽഫി എടുക്കാനെന്ന് വന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് വെക്കാം. അതും ഈ സെയിം പാറ്റേൺ തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കുമ്പിച്ചൽ കടവിൽ നിന്ന് 4 പെങ്കൊച്ച് ഫോണുമായിട്ട് മുന്നോട്ട് വരുന്നു, CM എന്തോ പറയുന്നു, പെണ്ണ് തിരിഞ്ഞു പോകുന്നു. ഇത് മാത്രമേ ഉള്ളൂ. ഈ സാധനം ഭയങ്കരമായിട്ട് വിവാദമായിട്ടുണ്ടായിരുന്നു. ഇവര് സെൽഫി എടുക്കാൻ വന്ന സമയത്ത് CM എന്തിനാണ് സെൽഫി എടുക്കാൻ വരുന്നത്? ഈ വേദിയാണ് മാറ്റി ഓടിച്ചു എന്നുള്ള തരത്തിലൊരു വിവാദമായിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടെയും സ്വയം കുറ്റം ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു ക്യാപ്സ്യൂളിനി വന്നു എന്നുള്ളതാണ്. എന്താണ് ആ ക്യാപ്സ്യൂളിനിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഈ മുഖം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ പ്ലിങ് അടിച്ചിരിക്കുന്നു, വൈകുന്നേരം മുതൽ പരിചിതമാണ്. ഇത് കൊങ്ക്ലാച്ചിയായി പോയി ഈ മുഖം. ആതിര ഗ്രേസ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ വെള്ളറട ഡിവിഷനിലെ CPIMന്റെ പ്രതിനിധിയായി വിജയിച്ച ആളാണ്. ഇന്നലെ അമ്പൂരിയിലെ ഒരു പാലം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തേക്ക് സെൽഫി എടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം അതിന് വിസമ്മതിക്കാതെ നടന്നു പോകുന്ന ദൃശ്യങ്ങളിൽ കണ്ടിട്ടാകാം. ആ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഈ കാണുന്നത് പോലെ ഒന്നും അല്ല നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ്. സെൽഫി എടുക്കാൻ പോയതും അല്ല, ഫോൺ കോൾ വന്നു. ആ സമയത്ത് ഒരു നിവേദനം കൊടുക്കാനായിട്ട് പോയിരുന്നു, തിരക്കായിരുന്നു CMന്.
വേറെ ഒരു വിവാദമായിട്ടോ അതിനൊരു മറ്റു രീതിയിൽ വളച്ചൊടിക്കാൻ. അതായത് ആതിര സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുകയൊന്നും അല്ല ഇല്ല, ഒന്നും ഞാൻ സെൽഫി എടുക്കട്ടെ എന്ന് ഒന്നും ചോദിച്ചിട്ടില്ല. അതില് ഞാൻ എന്റെ കയ്യിൽ ഫോൺ ഇരുന്നത് കൊണ്ട് ഒരു തെറ്റിദ്ധാരണയിലോട്ട് അങ്ങനെ സംസാരിക്കാൻ ഒരു നിവേദനം നമ്മുടെ ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രസിഡന്റ് മുന്നേ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിൽ ആ നിവേദനം പറ്റിയിട്ട് ഒരു നിവേദനം എന്റേതായിരുന്നു. അതിനെ പറ്റി ഞാൻ സംസാരിക്കാനായിട്ട് പോയതായിരുന്നു. നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനായിരുന്നു. അപ്പം സിഎമ്മും ഫോട്ടോ എടുക്കാനാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ? സിഎം ഫോട്ടോ എടുക്കാൻ ഇല്ല, ഞാൻ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു അത് ഗവൺമെന്റ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചിട്ട് സിഎം പോയായിരുന്നു. അതിന് വേറെ രീതിയിൽ വിവാദമായിട്ട് മാറി നിൽക്കാൻ അപ്പൊ പറഞ്ഞു. ഇല്ല ഒന്നും പ്രത്യേകിച്ചായിട്ട് ഒന്നും എന്റെ അടുത്ത് അതെ മൈക്കില്ലാത്തോണ്ട് നമുക്കറിയില്ല. അവരുടെ പാടാ. ഇവര് പറയുന്നത് തന്നെയാണ് ശരി. കാരണം ഇവരല്ലേ കേട്ടത്. മാറി നിൽക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി കൈത്തരും. പ്രത്യേകിച്ച് ഗവൺമെന്റ് കൈ കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയുന്നു പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ലെന്ന്. ഇനി റിയൽ ആയിട്ട് അവിടെ എന്താണ് CM ഈ പെങ്കൊച്ചിന്റെ അടുത്ത് പറഞ്ഞേ നമുക്കൊന്ന് കേൾക്കാം. കേട്ടില്ല? മാറിക്കാൻ അവിടെ ഇരുന്ന ക്യാമറയും എല്ലാരും കേട്ട് മാറി നിൽക്കി അങ്ങോട്ട് എന്ന് പറയുന്നത്. ആ കൊച്ചി മാത്രം കേട്ടില്ല ഗൈസ്, അതാണ് പറഞ്ഞത്. എല്ലാരും കേട്ട് കേട്ടില്ല? മാറിക്കാൻ അവിടെ ഇരുന്ന ക്യാമറയും എല്ലാരും കേട്ട് എന്തൊക്കെയായിരുന്നു തള്ളു. മാറി നിൽക്കി അങ്ങോട്ട് എന്ന് പറയുന്നത്. ആ കൊച്ചി മാത്രം കേട്ടില്ല ഗൈസ്, അതാണ് പറഞ്ഞത്. പറ്റൂല, മനസ്സിലായോ? ഇവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. അവിടെ ഇവരുടെ ഈ ചുമലക്കാരുടെ ഗ്രൂപ്പിലോട്ട് പെട്ട് കഴിഞ്ഞാൽ അവരുടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അത് പാലിച്ചവിടെ നിന്നോണം. അതാ പറഞ്ഞ അടിമകൾ കൃത്യം. അതെ അടിമകളായിട്ട് നിന്നോണം. ഇങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു ഒരാളെ. കറക്റ്റ് പേരാണ്, അങ്ങനെ തന്നെ വിളിക്കുന്നതാണ് നല്ലത്. ആ പെങ്കൊച്ചവിടെ സംഭവം വീഡിയോ ഉള്ളത് കൊണ്ട് നമ്മൾ അറിഞ്ഞു എന്താണ് പറഞ്ഞതെന്ന്. കൊള്ളാം. ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് ഏറ്റവും അവസാനം അത് തന്നെ വന്ന് CM ഒന്നും ചെയ്തില്ല എന്ന് ന്യായീകരിക്കേണ്ട അവസ്ഥ അതേ പറയാൻ പറ്റൂ. കാരണം അവരുടെ പാർട്ടിയിൽ നിന്ന് ജയിച്ചതല്ലേ വരുന്നു. ഇവിടെ നമ്മുടെ ദാസ് പി ജോർജോ ആ അണ്ണൻ അവിടെ ഒരു ചോദ്യം ചോദിച്ചോട്ടുള്ളത് ചോദിച്ചോളൂ. എന്നിട്ട് അണ്ണൻ തന്നെ വന്ന് ഞാനാണ് കുറ്റം ചെയ്തത്, CM ഒന്നും ചെയ്തിട്ടില്ല, CM നിരപരാധിയാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റും. ഇലക്ഷൻ അല്ലേ, ആവശ്യകത വരികയാണ്. ഈ സമയത്ത് ഞാൻ വേറൊരാളെ ഓർത്തു പോവുകയാണ്. നമ്മൾ എന്തൊക്കെ വിചാരിച്ചിരുന്നു, ഇതെങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. സ്വന്തം ഉമ്മൻചാണ്ടിയെ ഈ സെയിം സിറ്റുവേഷൻ 2016 സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് ഞാനൊന്ന് കാണിക്കാം. സമാനമായ സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതികരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. 2016 ഏപ്രിൽ ഇടുക്കിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തന്നെയായിരുന്നു ഈ പ്രതികരണം. ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് 10% വീതം പൂട്ടുക UDFന്റെ ഔട്ട്ലെറ്റ് പൂട്ടുക, ബിവറേജ് നല്ല കാര്യമാണ് ചെയ്തത്. പക്ഷെ അതുകൊണ്ടാണ് വോട്ടും പോയതെന്ന് തോന്നുന്നു. നല്ല കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു 500 മദ്യശാല ഓപ്പൺ ചെയ്യുക, നിങ്ങൾ ജയിക്കും. മദ്യനയം അനുസരിച്ച് 2 കൊല്ലത്തെ പൂട്ടിക്കഴിഞ്ഞു. അത് പൂട്ടുവോ? ഇതൊക്കെ പക്ഷേ ഒരാൾ ഇങ്ങനെയൊക്കെ ചിരിച്ചിങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് UDFനെ നിങ്ങളുടെ അടുത്ത് തലയെ വെക്കണ്ട. എല്ലാം കിഴങ്ങന്മാരാണ്. ഇവന്മാർ ജയിച്ചു കഴിഞ്ഞാൽ തനി സ്വഭാവം പുറത്തു വരും. ഒരാൾ നല്ലൊരാളുണ്ടായിരുന്നു എന്നും പറഞ്ഞ് എല്ലാവരെയും അങ്ങനെ കാണിക്കരുത്. അങ്ങനെയുള്ള വശവും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒറ്റ അടിക്ക് പൂട്ടാറുള്ളത്. ആ ഒരു സന്തോഷം ഈ 2 വീഡിയോ കണ്ടപ്പോ എന്റെ ഫേസിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. അത് ആളുകളിൽ ഒരു സന്തോഷം ഉണ്ടാക്കി. അതേപോലെ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യത്തില്ല, അത് വേറെ കാര്യം. അതിനെ ഒരു ചിരിയായിട്ട് മാറ്റി. ആ ഒരു ഹാപ്പിനെസ് ഒരിക്കലും ഒരു കാരണവശാലും നമ്മുടെ ഇപ്പോഴത്തെ CMന്റെ കാര്യത്തിൽ കിട്ടൂല. ഇത് വരുമ്പോഴേ എന്റെ പൊന്നെണ്ണ ഇടിക്കാനാണോ കൊല്ലാനാണോ തെറി പറയാനാണോ എന്ന്. കുറച്ച് ഇന്റർവ്യൂ ചെയ്യാനാണെങ്കിൽ അവിടെ ചിരിച്ചു മെഴുകിയിരിക്കും. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു വന്നത്, നല്ലൊരാളാണ്, മറ്റാണ്, മറിച്ചാണ്, ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ദേഷ്യം വരുന്നു.
മാത്രം ചിന്തിച്ചാൽ മതി. പുള്ളിയുടെ ഈ ഒരു ആംഗ്രി ഫേസ്, ഒരു സ്ഥായി ഭാവം കാണുമ്പോൾ തന്നെ സത്യം പറയോ പേടിയാവും. അതൊക്കെയാണ് മുഖ്യൻ. ജനങ്ങളായിട്ട് കാണുന്നു, ഇത് ജനങ്ങളെ അടിമകളായിട്ട് കാണുന്നു. ഒരിക്കലും അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാന്നേ വിചാരിക്കരുത്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്നും വിചാരിക്കരുത്. ഇതിന് സമാനമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മൈക്ക് കടിച്ചു പറിക്കുന്ന, മൈക്ക് പിടിച്ചു പറിക്കുന്നൊക്കെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് മറുനാട് ഇരുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ പുള്ളി അതിനകത്ത് വെക്കുന്നുണ്ട്. ഞാനൊന്ന് വെച്ച് തരാവേ. താൻ പ്രസംഗിച്ചപ്പോൾ മൈക്കിന്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ ആ മൈക്ക് വലിച്ചു പറിച്ചു പൊട്ടിച്ച ആളാണ് പിണറായി വിജയൻ. നമുക്കത് മറക്കാൻ കഴിയുമോ? അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ പിന്നീട് മറ്റൊരു പരിപാടിയിൽ മൈക്കിന് ഒരു മൂളിച്ച കേട്ടപ്പോൾ മൈക്കിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് മൈക്കിനെ പ്രതി ചേർത്ത രാജാവാണ് പിണറായി വിജയൻ. കോൺഗ്രസ് പാർട്ടിയുടെ മര്യാദയ്ക്ക് ഒരു പ്രസംഗം നടത്തുകയല്ലേ, അവിടെ കൊണ്ട് മൈക്ക് വെച്ച് ഊളിച്ചാടാ നിങ്ങളൊക്കെ സംസാരിക്കുന്നത്. എന്താണ്, കൂവാനാണോ മൈക്ക് കൊണ്ട് വെച്ചിരിക്കുന്നത്? അതെന്താ തെണ്ടിത്തനമാണ്, കേസെടുക്കണം. ചെവി അടിച്ചു പോകത്തില്ലേ? കാട്ടാക്കടയിൽ ഒരു പൊതുചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പിണറായി വിജയന് തന്റെ പ്രസംഗത്തിനിടയിൽ നാമജപം കേട്ടപ്പോൾ അതൃപ്തിയുണ്ടായി. തൊട്ടടുത്ത് നാമജപം ക്ഷേത്രത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. IB സതീശും ശിവൻകുട്ടിയും ഒക്കെ നെഞ്ചത്തടിച്ചുകൊണ്ട് ഇറങ്ങി ഓടി ആ മൈക്ക് ഓഫ് ആക്കേണ്ടി വന്നു. പിണറായി പ്രസംഗിക്കുന്നത് ചെണ്ടക്കാർ അറിഞ്ഞില്ല, അവർ ചെണ്ട കൊട്ടി. എന്തായിരുന്നു അന്നത്തെ മേളം? സർക്കാർ ജീവനക്കാർക്ക് സാമൂഹ്യ സുരക്ഷ ഒരുക്കുക എന്നത് മാതൃക തൊഴിൽദാതാവെന്ന നിലയിൽ സർക്കാരിൻ്റെ കടമയാണ്. ഇപ്പോൾ എൻ്റെ സംസാരമല്ല നിങ്ങൾ കേൾക്കുക. ഈ ഡ്രമ്മിൻ്റെ മുട്ടലാണെന്നുള്ളത് കൊണ്ട് കുറച്ചു നേരം ഞാൻ നിർത്താം. ആ ഡ്രമ്മിൻ്റെ മുട്ടൽ കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കും. അതെ, അതായിരിക്കും നല്ലത്. അവരാഘോഷിക്കട്ടെ. ഇപ്പോൾ ഇതിനെ ആരോ അവിടെ പോയി കൊങ്ങയെ പിടിച്ചു നിർത്താന്ന് പറഞ്ഞു. പറ്റി ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. ഈ പറയാതിരിക്കുന്നതായിരിക്കും നല്ല. ചുമ്മാ ഏറിപ്പോണെന്തിന് കാണിച്ചതിനെ പറ്റി അവസാനിപ്പിക്കുന്നു. പരിപാടിയിൽ അവതാരിക എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ പിണറായി പൊട്ടിത്തെറിക്കും. നന്ദി പിണറായി എന്ന് പറഞ്ഞ അവതാരികയോടെ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ, വളരെ നല്ല ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിക്കുന്ന ആളെ വിളിച്ചാൽ മതി. അപ്പൊ ചെറിയൊരു കുറുമ്പ്. സഖാവിന്റെ കുസൃതികളെയൊക്കെ പറയാനാണെങ്കിൽ ഒരു ലോഡുണ്ട്. അത്രയ്ക്ക് കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പൊ ഇലക്ഷൻ എടുത്ത സമയത്ത് ഓടി നടന്ന് വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് കാര്യമല്ല, ഇത്രയൊക്കെ വെളുപ്പിച്ചാൽ അവസാനം പിന്നെ എയറിൽ പോയില്ലേ. ഇന്റർവ്യൂ കൊടുക്കുന്നു, മോഹൻലാലിനെ വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്നു. ഇതിനെന്തോ എത്രയോ ലക്ഷം ഞാൻ കണ്ടു ഇന്റർവ്യൂവിന്. 12 ലക്ഷം രൂപ എന്തോ കണ്ടു ഈ ഒരു ഇന്റർവ്യൂവിന്. പാവപ്പെട്ടവന്റെ പൈസയല്ലേ. 11 ലക്ഷത്തി സംതിങ് റുപ്പീസ് ചെലവായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. 11 ലക്ഷോ? അതുപോലെ തന്നെ സുജിത് ഭക്തന്റെ പോഡ്കാസ്റ്റിലൊക്കെ പോയിരിക്കുന്ന കണ്ടു. കടക്കപ്പുറത്ത് എന്ന് മാറ്റി കേറിവാടാ മോനെ എന്നാക്കി. ഇനി അടുത്ത് കേറിവാടാ മോനെ എന്നത് മാറ്റി എന്റെ വീട്ടിൽ പോയി ചോദിക്കണമെന്നാക്കും. പോയിരുന്നിട്ട് എന്താ വെളുപ്പിക്കലാണ്. അല്ല, പഴയ ഒരു സാധനം ഉണ്ടല്ലോ കടക്ക് പുറത്ത്, അതിനെയൊക്കെ വെളുപ്പിച്ച് വെച്ചേക്കുന്ന രീതി കാണണം. അതിനകത്ത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. മീഡിയക്കാരാണ് അത് അങ്ങനെ മാറ്റിയതെന്ന്. അത് ഞാൻ വളരെ നോർമലായിട്ട് പറഞ്ഞ കാര്യമാണ്. അത് മീഡിയക്കാർ അങ്ങനെ മാറ്റിയതാണെന്ന് ഒന്ന് കേൾക്കണേ. താങ്കൾ പണ്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് വലിയൊരു വിവാദമായിരുന്നു. അത് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ താങ്കളെ അറ്റാക്ക് ചെയ്തിട്ടില്ലേ, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. അപ്പം പലപ്പോഴും എന്നോട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, പുള്ളി കടക്ക് പുറത്തെന്ന് പറയത്തില്ലല്ലോ അല്ലേ എന്നൊക്കെ. അങ്ങനെ പലരും രസകരമായിട്ടും രസകരമായല്ല, നല്ല രീതിക്ക് ചോദിക്കുന്നതാണ്. പറഞ്ഞ പോലെ കളിയാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അതിന്റെ സന്ദർഭമാണല്ലോ പ്രധാനം. അതെ, സന്ദർഭം ക്ഷണിക്കാത്തൊരിടത്ത് ഒരു കൂട്ടർ എത്തിപ്പെടുകയാണ്. അവരെ ക്ഷണിച്ച കാര്യമല്ല, അവർ വരേണ്ട കാര്യമില്ല. കാരണം ഒരു സംഭാഷണം നടക്കുന്നതാണ്. ആ സംഭാഷണത്തിന് മീഡിയയുടെ പ്രസൻസേ ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ ഞാൻ എത്തുമ്പോൾ ഇവരെല്ലാവരും ആ മുറിയിൽ ക്യാമ്പടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ദയവായി ഒന്ന് പുറത്തേക്ക് വരുമോ എന്നല്ല ചോദിച്ചത്. ദയവായി ഒന്നും പുറത്ത് നിങ്ങൾ ഇറങ്ങി നിൽക്കുമോ എന്നല്ല ചോദിച്ചതെന്ന്. സാധാരണഗതിയിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. അതെ അതെ, വളരെ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് കിടക്ക് പുറത്ത്. സാധാരണഗതിയിൽ നിങ്ങൾ കടക്ക് പുറത്ത് സാമ്യതയോടാണ് പറഞ്ഞത്. പറയുന്നതാണ് സാർ. എന്ത് പാവോടാ പുള്ളിക്കന്നെ തെറ്റിദ്ധരിച്ച്. ഒരു കണ്ണൂർ ഭാഷയാണോ? അത് സാധാരണ പറയുന്ന ഒരു കാര്യമല്ലേ. പുറത്ത് കടക്ക് എന്ന് പറയുന്ന സാധാരണ ഒരു ഭാഷയാണ്. ഓക്കെ, കൂടുതൽ അറിയണമെങ്കിൽ അനന്തിന്റെ വീഡിയോ പോയി കണ്ടാൽ മതി. അവിടെ കുറേയധികം
ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്തായാലും വീഡിയോ ഇത്ര ചെയ്യുന്നുള്ളൂ. 20 മിനിറ്റ് ആയി ഗൈസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. ഇതൊക്കെ കോമഡികൾ കാണണം. സോ നെക്സ്റ്റ് ഇതിൽ മികച്ച നല്ലൊരു വീഡിയോയുമായി വരാം. ലാൽ സലാം. വോട്ട് ഫോർ LDF 3.0 ലോഡിംഗ്. ബൈ ബൈ.